ഇപ്പോൾ സോണിയ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഇപ്പോൾ മിലിറ്ററി ട്രക്കിലേക്ക് സൈനിക ഉദ്യോഗസ്ഥർ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുർശരൻ അടക്കമുള്ളവർ ഇപ്പോൾ ആ വേദിയിൽ കാണാം. ഇപ്പോൾ ഗുർശരനെ ആ ട്രക്കിലേക്ക് സ്വീകരിക്കുകയാണ് സൈനിക ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. പ്രായം ചെന്നിട്ടുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനോടൊപ്പം സൈക്കിളിൽ വന്നൊരു കാലഘട്ടം ഈ ഗുർശരനുണ്ട്. അന്ന് ഖൽസ കോളേജിൽ പഠിച്ചിരുന്ന ഗുർശരൻ, ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ, ഇവരെല്ലാവരും ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട മൻമോഹൻ സിംഗിൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ അന്ത്യയാത്രയിൽ അനുഗമിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രത്യേകം അലങ്കരിച്ച മഞ്ചം കാണാം, പ്രത്യേകം തയ്യാറാക്കിയ സൈനിക വാഹനം കാണാം, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കാണാം, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് വന്ന ബന്ധുമിത്രാദികളെ കാണാം. മകൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അമേരിക്കയിൽ നിന്നെത്തിയത്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഈ ട്രക്കിലുണ്ട്. ആ കുടുംബാംഗങ്ങളുള്ള ട്രക്കിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ ഗാന്ധിയും കുടുംബാംഗങ്ങളും ഒരു ട്രക്കിലുണ്ട്. ഒപ്പം സൈനിക ഉദ്യോഗസ്ഥരും ഇപ്പോൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ മിലിറ്ററി വാഹനത്തിലുണ്ട്. ആ മിലിറ്ററി വാഹനത്തോട് ചേർന്ന് ഘടിപ്പിച്ചിരിക്കുന്നത് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക മഞ്ചമാണ്. ആ മഞ്ചത്തിലാണ് മൻമോഹൻ സിംഗിൻ്റെ അന്ത്യയാത്ര. രാഹുൽ ഗാന്ധി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉള്ളത് പ്രത്യേകമായി അലങ്കരിച്ചിരിക്കുന്ന ഈ മിലിറ്ററി വാഹനത്തിലാണ്. ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങൾ എന്നിവരാണ് ഈ ട്രക്കിൽ ഉള്ളത്. പിയ സുനിൽ, ആ ട്രക്കിലുള്ളത് രാഹുൽ ഗാന്ധി മാത്രമാണ്. മറ്റ് മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വാഹനത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ പിയ സുനിൽ? രാഹുൽ ഗാന്ധി മാത്രമാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ സൈനിക ട്രക്കിൽ കയറിയിട്ടുള്ളത്. ഒപ്പം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ചില കുടുംബാംഗങ്ങളും തെലങ്കാന മുഖ്യമന്ത്രിയെ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം. ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ സൈനിക വാഹനത്തിൻ്റെ തൊട്ട് പിറകിലുള്ള വാഹനങ്ങളിലായിട്ടായിരിക്കും നിഗംബോധ് ഘട്ടിലേക്ക് പോവുക. എന്തായാലും വളരെ കുറച്ച് പേർക്ക് മാത്രം നിൽക്കാൻ സ്ഥലമുള്ള ട്രക്കാണ്. അപ്പോൾ വളരെ കുറച്ച് നേതാക്കളും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇപ്പോൾ ട്രക്കിലുള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധി തന്നെ ഈ സൈനിക ട്രക്കിൽ ഇപ്പോൾ ഈ മൃതദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇവിടെ അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. അതിരാവിലെ തന്നെ ഇരു നേതാക്കളും മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തിയിരുന്നു. ഇരുവരും ചേർന്നാണ് മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന വാഹനത്തിനൊപ്പം ഇരുവരും യാത്ര ചെയ്തിരുന്നു. പിന്നീട് സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാവരും AICC ആസ്ഥാനത്തുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അവസാന യാത്ര, അന്ത്യയാത്ര ഇനി AICC ആസ്ഥാനത്ത് നിന്നും നിഗംബോധ് ഘട്ടിലേക്കുള്ള അവസാന യാത്രയാണ്. ആ യാത്രയിൽ രാഹുൽ ഗാന്ധി സൈനിക ട്രക്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുഗമിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഗംബോധ് ഘട്ടിലേക്കുള്ള അവസാനത്തെ യാത്രയാണ്. എത്രയോ തവണ ഈ വഴികളിലൂടെ ഡോക്ടർ മൻമോഹൻ സിംഗ് നടന്നിട്ടുണ്ട്. 1990കളിൽ താൻ ധനമന്ത്രിയാകുന്നതിന് മുമ്പ് വിവിധ മന്ത്രാലയങ്ങളുടെയും റിസർവ് ബാങ്ക് അടക്കമുള്ള സ്ഥാപനങ്ങളുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന ഘട്ടങ്ങളിൽ ഈ വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനുശേഷം ധനമന്ത്രിയായി അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ പേര് PC അലക്സാണ്ടർ നിർദ്ദേശിക്കുമ്പോൾ, അത് നരസിംഹറാവു അംഗീകരിക്കുമ്പോൾ അദ്ദേഹം ഈ വഴികളിലൂടെ കടന്നു വന്നാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്തെത്തിയ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹം ഇപ്പോൾ പോകുന്നത് ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയിലേക്കാണ്. രാജ്യത്തെ ഇപ്പോൾ വാഹനം നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും പ്രത്യേകം തയ്യാറാക്കിയ പുഷ്പാലങ്കൃതമായ മഞ്ചത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും ധിഷണാശാലിയായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് 10 വർഷം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലത്ത് ദിശ തെറ്റാതെ മുന്നോട്ട് നയിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോൾ ദിശ തെറ്റാതെ നിഗംബോധ് ഘട്ടിലേക്ക് ഒഴുകുകയാണ്. ആൾക്കൂട്ടത്തിനോടൊപ്പം അവരിൽ ഒരാളായി ഇത്തവണ പ്രതികരിക്കാനാവാതെ, സൗമ്യമായി പുഞ്ചിരിക്കാനാവാതെ അന്ത്യയാത്രയ്ക്കൊരുങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഗംബോധ് ഘട്ടിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് തത്സമയം റിപ്പോർട്ടർ TVയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഉറുദു കവിതകളെ സ്നേഹിച്ച, വെള്ളപ്പൂക്കളെ സ്നേഹിച്ച, ഗ്രാമങ്ങളിൽ ജീവിച്ച മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം
നിലവാരം ഉയർത്തണമെന്ന് ആഗ്രഹിച്ച രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുമ്പോഴും വിദേശ നാണ്യശേഖരത്തിലുള്ള കുറവ് രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പിടിച്ചു കുലക്കുമ്പോഴും വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ സാമ്പത്തിക ജാതകം തന്നെ മാറ്റി എഴുതിയ മുൻ ധനമന്ത്രി കൂടിയായ പ്രധാനമന്ത്രി ഇതാ ഇപ്പോൾ അന്ത്യയാത്രയ്ക്കായി നിഗംബോധ് ഘട്ടിലേക്ക് യാത്ര പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്, ഋഷ്ദി അടക്കമുള്ള നേതാക്കൾ അവിടെ പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ ഗാന്ധി മാത്രമാണ് ഇപ്പോൾ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്ന ആ മിലിറ്ററി ട്രക്കിലുള്ളതും. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. പുഷ്പാലങ്കൃതമായ മിലിറ്ററി ട്രക്കിനുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് പുറമെ രാഹുൽ ഗാന്ധിയുണ്ട്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം ആ ട്രക്കിനോട് ചേർന്ന് ഘടിപ്പിച്ച പ്രത്യേക മഞ്ചത്തിൽ, പുഷ്പാലങ്കൃതമായ മഞ്ചത്തിൽ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്നു. നിഗംബോധ് ഘട്ടിലേക്ക് യമുനയുടെ തീരത്തേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മറ്റൊരു വാഹനത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളും മന്ത്രിമാരും എം പിമാർക്കും മറ്റൊരു വാഹനം തയ്യാറാക്കിയിട്ടുണ്ട്. ആ വാഹനവും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാജ്യം കണ്ട ഏറ്റവും ഭീഷണാശാലിയായ, ഏറ്റവും മികച്ച ഭരണതന്ത്രജ്ഞനായ ഒരു നേതാവിൻ്റെ അന്ത്യയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൻമോഹൻ എന്നാൽ ഒരു രാഷ്ട്രീയ കവിതയായിരുന്നു എന്ന് ചിലർ പറയുന്നു. വിസ്മയിപ്പിച്ച പ്രധാനമന്ത്രിയാണെന്ന് ടോണി ബ്ലെയർ പറയുന്നു. ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദമാണെന്ന് ബറക് ഒബാമ പറയുന്നു. ലോകത്തെ എഞ്ചല മെർക്കൽ പോലെയുള്ള നേതാക്കൾ പറയുന്നത് രാജ്യത്തെ 120 കോടിയോളം വരുന്ന പാവപ്പെട്ട ദരിദ്രരായ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉറങ്ങിത്തിരിച്ച നേതാവാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നു. രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതാ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുന്ന ദൃശ്യങ്ങളാണ്. നിഗംബോധ് ഘട്ടിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രത്യേകം അലങ്കരിച്ച മിലിറ്ററി വാഹനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മഞ്ചത്തിലാണ് യാത്ര. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മറ്റൊരു വാഹനത്തിൽ ഇപ്പോൾ നിഗംബോധ് ഘട്ടിലേക്കുണ്ട്. ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലും അങ്ങോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, രാജ്യത്തെ വിവിധ കോണുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മൻമോഹൻ സിംഗിന് അന്ത്യയാത്ര മൊഴി നൽകാനായി എത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കോൺഫറൻസ് ഹാളിൽ നടന്ന 45 മിനിറ്റോളം നീണ്ട അന്ത്യോപചാര ചടങ്ങിൽ രാജ്യത്തെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെല്ലാവരും എത്തി രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അഭിവാദ്യം അർപ്പിച്ചു. ഇപ്പോൾ വലിയ ജനാവലിക്ക് നടുവിലൂടെ ആ വാഹനം സാവധാനം യമുനയുടെ തീരം ലക്ഷ്യമാക്കി, നിഗംബോധ് ഘട്ട് ലക്ഷ്യമാക്കി നീങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷേ ഒരു 45 മിനിറ്റിനുള്ളിൽ നിഗംബോധ് ഘട്ടിലേക്ക് മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ഈ പ്രത്യേക വാഹനം എത്തിച്ചേരും. സേവാദൾ പ്രവർത്തകർ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധി മാത്രമാണ് ഈ മിലിറ്ററി ട്രക്കിൽ ഒപ്പമുള്ളത്. ബാക്കിയുള്ള നേതാക്കളെല്ലാം മറ്റൊരു വാഹനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന വാഹനത്തിലാണ് ഉള്ളത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാഗതയും തിരുത്തിക്കുറിച്ച നേതാവ്, ഒരുപാട് കിനാക്കൾ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി സ്വപ്നം കണ്ട നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ സംശയമില്ല. 7 പതിറ്റാണ്ടോളം നീളുന്ന അദ്ദേഹത്തിൻ്റെ സക്രിയമായ കർമ്മജീവിതത്തിൽ ഏകദേശം 50 വർഷത്തോളം, അരനൂറ്റാണ്ട് കാലവും രാജ്യത്തെ വിവിധ കർമ്മ പദ്ധതികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിരുന്നത്. അവസാന നിമിഷം ശരീരം പോലും ചലിക്കാതാവുന്ന നിമിഷം വീൽചെയറിലെത്തി രാജ്യസഭയിലെത്തി തൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമുക്ക് കാണാം. സുഷമ സ്വരാജുമായി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വാദപ്രതിവാദങ്ങൾ ശ്രദ്ധേയമായിരുന്നു ഒരു കാലത്ത്. ഉറുദു കവിതകളിലൂടെ പരസ്പരം കൊണ്ടും കൊടുത്തും തല്ലിയും തലൂടിയും ഡോക്ടർ മൻമോഹൻ സിംഗ് എത്ര മനോഹരമായാണ് സംസാരിച്ചത്. അളന്നു മുറിച്ച വാക്കുകളിലൂടെ ആശയഗാംഭീര്യത്തെ പ്രകടമാക്കിയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആദ്യ ബഡ്ജറ്റ് അവതരണത്തിൽ പറയുന്ന വാചകം ശ്രദ്ധേയമായിരുന്നു. ലോകത്തൊരാശയം ഭൂമിയിൽ രൂപപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും ആ ശക്തിക്കും ആ ആശയത്തെ തടയാൻ കഴിയില്ല. അങ്ങനെയാണ് ആദ്യമായി ഇന്ത്യ സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്നതും അവിടെ നിന്നാണ്. ഏകദേശം ഈ 4 നൂറ്റാണ്ടുകാലത്തിൻ്റെ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന് പകരം രാജ്യം സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ പാതയിലേക്ക് ചലിച്ചു തുടങ്ങിയ കാലത്തിന് തുടക്കം കുറിച്ച നേതാവിനെയാണ് ഇപ്പോൾ ഈ ട്രക്കിലേറ്റിക്കൊണ്ടു പോകുന്നത്. അന്ത്യയാത്രയ്ക്കൊരുങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ AICC ആസ്ഥാനത്തു നിന്നും കുറച്ചധികം ദൂരം മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 11 കിലോ